ഹായ് ഗായ്സ്, അങ്ങനെ റമദാൻ 9 ആകുകയാണ്. അപ്പോൾ ഇന്ന് വലിയൊരു ദിവസമുണ്ട്. പക്ഷിമേഖലയിൽ വലിയൊരു ആക്രമണം ഗൾഫ് രാജ്യങ്ങളിൽ അബുദാബി, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലെല്ലാം യുദ്ധം മുഴക്കം കേൾക്കാറുള്ളത്. പക്ഷേ ആർക്കും ഒരു ഗുണത്തിനോ സന്തോഷത്തിനോ വേണ്ടിയല്ല, ഭീതികൾ ഉണ്ടാക്കാൻ വേണ്ടിയും ഭീഷണിപ്പെടുത്താൻ വേണ്ടിയുമുള്ള വെല്ലുവിളിയാണ്. കാലത്തിൽ നിന്ന് വെല്ലുവിളിയാണ് യുദ്ധം. ഇസ്രായേൽ ഇറാൻ യുദ്ധം, അതായത് അമേരിക്കയും വലിയ കാര്യങ്ങളൊന്നും ആക്രമണങ്ങളാണ്. ആക്രമണങ്ങൾ വിജയകരമായിരുന്ന തടഞ്ഞതിൽ നാശനഷ്ടങ്ങളിലെ ജാഗ്രതയാണ് നമ്മുടെ മുന്നിൽ. അതായത് ഇസ്രയേലും ഇന്ത്യയിലെ എംബസിയും അറിയിപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ പൗരന്മാർ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം. ഒമാനിലെ എംബസി വഴിയാണ് ഇത് വന്നിരിക്കുന്നത്. നിലവിലെ പ്രാദേശിക സാഹചര്യം കണക്കിലെടുത്ത ഒമാനിലെ എല്ലാ ഇന്ത്യൻ പൗരന്മാരും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും മസ്കത്ത് ഇന്ത്യ അധികൃതർ ഇന്ത്യൻ എംബസി സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും എംബസി നിർദ്ദേശിച്ചു. ഏത് സാഹചര്യത്തിലും ഒമാനിലെ ഇന്ത്യൻ പൗരന്മാർക്ക് താഴെ നൽകിയിരിക്കുന്ന വിശദാംശങ്ങളുമായി എംബസിയെ ബന്ധപ്പെടാമെന്ന് പറഞ്ഞ് ജാഗ്രത. ഇസ്രായേലാണ് ആക്രമണത്തിൽ ഇറാനിൽ നിന്ന് 40 സ്കൂൾ കുട്ടികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. കൊച്ചിയിൽ നിന്നുള്ള ചില അന്താരാഷ്ട്ര വിമാന സർവീസുകൾ വൈകാനും പുനഃക്രമീകരിക്കപ്പെടാനും അല്ലെങ്കിൽ റദ്ദാക്കപ്പെടാനും സാധ്യതയുണ്ട് എന്നത് സിയാൽ അറിയിച്ചു. ഇറാൻ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് യുഎഇയും സൗദി അറേബ്യയും ഖത്തറും കുവൈറ്റും. അങ്ങനെ ഇറാന്റെ മിസൈലുകൾ തടഞ്ഞാണ് യുഎഇ എന്ന് പറയുന്ന ഇറാന്റെ മിസൈലുകൾ തടഞ്ഞതും ആൾനഷ്ടമോ വസ്തുവകകൾക്കോ നാശനഷ്ടമോ ഉണ്ടായില്ലെന്നും ഖത്തർ പറയുന്നു. മിസൈൽ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കി എയർ ഇന്ത്യ. അപ്പോൾ അബുദാബിയിലെ ആക്രമണത്തിൽ ഒരു മരണം, കൊല്ലപ്പെട്ടത് ഏഷ്യൻ സ്വദേശിയായിരുന്നു. അടിയന്തര സാഹചര്യത്തിൽ ഇന്ത്യക്കാർ ബന്ധപ്പെടാൻ നമ്പറുകൾ അവരുടെ പുറത്തുവിട്ട യുഎഇയിൽ ഇന്ത്യൻ എംബസി വഴി ടോൾ ഫ്രീ നമ്പർ വഴി നിങ്ങളിലേക്ക് മുഖാന്തരം എത്തിച്ച് ഇറാന്റെ ആക്രമണത്തോട് പ്രതികരിക്കാൻ സകല അവകാശമുണ്ടെന്ന് യുഎഇ പറയുന്നു. കുവൈറ്റ്, യുഎഇ, ഖത്തർ, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിരവധി US സൈന്യാധിപർക്ക് നേരെ ഇറാന്റെ ആക്രമണം ഫാർസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ന്യൂസ് നമുക്ക് കിട്ടിയതോടെ ഇറാൻ യുദ്ധം വലിയൊരു ഭീഷണിയിലാണ്. ട്രംപ് തനിനിറം കാണിച്ചുവെന്നാണ് റഷ്യ യുദ്ധം പറയുന്നത്. അപ്പോൾ ട്രംപ് ഇതിനു മുമ്പേ പറഞ്ഞിരുന്നു ഇറാനൊരു യുദ്ധം ആക്രമണം നമ്മൾ നടത്താൻ പോകുന്നു എന്ന്. ട്രംപ്
തനിനിറം കാണിച്ചു. അതായത് റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ആഹ്വാനം. അതായത് മോസ്കോ ഇറാൻ നേരെയുള്ള ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിൽ രൂക്ഷ പ്രതികരണവുമായി റഷ്യ. നയതന്ത്രത്തെ ഉപേക്ഷിച്ച് അമേരിക്ക അവരുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ കാണിച്ചു തരികയാണ് എന്ന് ട്രംപിന്റെ തനിനിറം പുറത്തു വന്നു. റഷ്യ മുൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വേദേവ് പ്രതികരിച്ചു. ചർച്ചകളിൽ ആർക്കും യഥാർത്ഥത്തിൽ താൽപര്യമുണ്ടായിരുന്നില്ല അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിലവിൽ റഷ്യൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാൻ അദ്ദേഹം പറയുന്നു, ഇറാൻ മേലുള്ള ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും റഷ്യ ആവശ്യപ്പെട്ടു. നിലവിലെ സാഹചര്യങ്ങൾ രാഷ്ട്രീയപരമായും നയതന്ത്രപരമായും പരിഹരിക്കപ്പെടേണ്ടതാണെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പശ്ചിമേഷ്യ മേഖലയിൽ കൂടുതൽ അസ്വസ്ഥപ്പെടുത്താനുള്ള ഇസ്രായേലിലെ നടപടികൾ അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തേണ്ടതുണ്ട്. അന്താരാഷ്ട്ര നിയമത്തെ മാനിച്ച് പരസ്പരം ബഹുമാനത്തോടെ നിലവിലുള്ള പ്രശ്നങ്ങളെ സമാനതരമായ പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ സഹകരിക്കാൻ തയ്യാറാകണമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാന്റെ അടുത്ത സഖ്യകക്ഷിയാണ് റഷ്യ. അടുത്തിടെ ഇറാനുമായി ആധുനിക മിസൈലുകൾ കൈമാറുന്നതോടെയുള്ള വലിയൊരു കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നതാണ്. ഈ മിസൈലുകൾ വിട്ട് അവരുടെ രാജ്യങ്ങളെ ആക്രമിച്ച് ശക്തരാവുക എന്നതാണ് ഈ യുദ്ധത്തിലൂടെയൊക്കെ ഇവർ എതിർക്കുന്നവരെ ഇവരുടെ ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഇവർ പറയുന്നത് അനുസരിച്ച് മാത്രമേ ചെയ്യാവൂ എന്നുള്ള നിർദ്ദേശപരമായ അവിടുത്തെ പ്രസിഡന്റിന്റെയും അവരുടെ ഭരണാധികാരിയെയും വിറപ്പിക്കുന്ന ചോദ്യമുനങ്ങളിൽ നിന്ന് വിറങ്ങലടിച്ചിരിക്കുന്ന ജനങ്ങളുടെ കണ്ണീരുകൾ കാണാനാണ് ഇവർ ഈ യുദ്ധപ്രഹാളം ആകാശങ്ങളിലൂടെ വെല്ലുവിളിയായി നമുക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾ ആകാശ രശ്മികളിലേക്ക് നോക്കും. ആ ഒരു വര, അതായത് ഇവർ മിസൈലുകൾ ഇട്ട് അബുദാബി UAE എന്ന ഏരിയകളിലൂടെ മിസൈലുകൾ വിട്ട് ജനങ്ങളെ കാണിച്ചു തരുന്ന ഭീതികപ്പെടുത്താനുള്ള ഒരു വെല്ലുവിളിയായിരിക്കാം ചിലപ്പോൾ ഈ ഒരു യുദ്ധം. ഇത് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഏതോ ഒരു റിപ്പോർട്ടിന്റെ പേരിൽ ഇവർ നടത്തിയ ചർച്ചകൾക്ക് നേരെ വഴിത്തിരിവിലൂടെ എത്തിയ ഒരു ആക്രമണ രീതിയാണ് എന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനു മുമ്പും ഇസ്രായേലിന്റെയും ഇറാനിനും ഇങ്ങനെയുള്ള യുദ്ധങ്ങളെ നമ്മൾ മുമ്പും ജനങ്ങൾ മുന്നിൽ ഈ ചാനലല്ല മറ്റൊരു ചാനലുകളിൽ നമ്മൾ പറയാറുണ്ടായിരുന്നു. ഇത് ഒന്ന് പ്രമോഷന് വേണ്ടിയോ ഒന്നിനു വേണ്ടിയല്ല, ജനങ്ങളുടെ ഹ്യൂമൻ ബീങ് എന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ ജനങ്ങൾ പരിഭ്രാന്തത്തിലൂടെ രാഷ്ട്രങ്ങൾ അവിടെ തമ്പടിച്ചിരിക്കുന്ന ഇന്ത്യൻ സമൂഹത്തിൽ ഇന്ത്യയിൽ നിന്ന് യാത്രകൾ ചെയ്ത് അവിടെ ജീവിച്ച് കഷ്ടപ്പാടുകളിലൂടെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ അവരുടെ ഭീതിയിൽ ഇവരുടെ ഈ ഒരു ശക്തമായ എതിർപ്പിലൂടെ നഷ്ടമാകുന്നത് പാവപ്പെട്ട സാധാരണക്കാരന്റെ ജീവനും സ്വത്തും അവരുടെ സമ്പാദ്യങ്ങളുമായിരിക്കും. ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഒരു യുദ്ധകാഹളത്തിനുള്ള നഷ്ടപ്പെടാനുള്ള ആ കാഹളം ഊതുകയാണ് ഇവർ. ഇതൊരു ഭീഷണിയാണ്. ഒരു ആക്രമണത്തിൽ നഷ്ടപ്പെടുന്ന ജീവിതമാണ് നമ്മളുടെ. പക്ഷേ ആക്രമണങ്ങൾ പല രീതിയിലാണ്. പേടിപ്പിക്കാനുള്ള ആക്രമണങ്ങൾ ഉണ്ടാവാം, നാശനഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള ആക്രമണങ്ങൾ ഉണ്ടാവാം, ഒരു വൈരാഗ്യ ബുദ്ധിയിലൂടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന യുദ്ധങ്ങൾ ഉണ്ടാവാം. എല്ലാം യുദ്ധങ്ങൾ തന്നെയാണ്. എല്ലാ പ്രകടനങ്ങളും യുദ്ധങ്ങളിലൂടെ തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് ഇറാനും ഇസ്രായേലുമൊക്കെ യുദ്ധക്കളങ്ങൾ ജനങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജനങ്ങൾ അത് ഭീതിപ്പെടുകയാണ്. അവരുടെ രാജ്യത്ത് നടക്കുന്ന, അവരുടെ രാഷ്ട്രീയത്തിൽ നടക്കുന്ന, അവർ നിലനിൽക്കുന്ന, അവർ ലൈഫ് നിൽക്കുന്ന രാജ്യങ്ങളിൽ ആക്രമണ ഭീതി സംഭവിക്കുമ്പോൾ അവർ ഭയപ്പാടോടെ നോക്കിക്കാണണമെന്ന ഇവരുടെ നീക്കുപോക്കുകളാണ് ഇപ്പോൾ റഷ്യയുടെയും ട്രംപിന്റെയൊക്കെ ചർച്ചകളിലൂടെ നമുക്ക് കാണാൻ
കേൾക്കാനും മനസ്സിലാക്കാനും. ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഏതോ ഒരു റിപ്പോർട്ടിന്റെ പേരിൽ ഇവർ തമ്മിലുള്ള വൈരുദ്ധ്യമായ രണ്ട് യുദ്ധമാണ് ഈ UAE ഏരിയകളിൽ ഇപ്പോൾ, അതായത് ഇറാൻ, പശ്ചിമേഷ്യ എന്ന് പറയുന്ന രാജ്യങ്ങളിലൊക്കെ യുദ്ധകാഹളം മൂടിയത്. യുദ്ധഭീതിയിലാണ് ഇപ്പോൾ UAE സമൂഹം. ആ ഗൾഫ് രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരൊക്കെ ഇനി എങ്ങനെ സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകുമെന്നുള്ള ഈ യാത്രകൾ ഒഴിവാക്കണമെന്നൊക്കെ പറഞ്ഞ് ഏജൻസിയാണ് നിങ്ങളെ ഇനി റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ കഴിവുന്നതും ഏജൻസിയുമായി ബന്ധപ്പെടുകയാണ് നല്ലത്. കാരണം അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷപ്പെടൽ നല്ലതാണ്. പക്ഷേ ഞാൻ പറയുന്നത്, ഈ ആക്രമണങ്ങളും ഈ റഷ്യ നടത്താൻ ഉദ്ദേശിച്ച സംഭവങ്ങളുമൊക്കെ നമ്മുടെ സമൂഹത്ത് അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല. സാമൂഹിക ഭീതി എന്ന് പറയുന്ന ഒരു പ്രശ്നമാണിത്. അപ്പോൾ ഇത് മുമ്പും നടന്നിരുന്നു. മുമ്പും ഇതുപോലുള്ള കാലഹരണപ്പെട്ട ഒരുപാട് യുദ്ധത്തിന്റെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്ത് ഭീതിയിലായ ഒരു സമൂഹത്തിൽ തന്നെയാണ്. പക്ഷെ ഈ റമദാൻ മാസം 9-ാം ദിവസം കഴിഞ്ഞ് 10-ാം കടത്തിലേക്ക് കടക്കുന്ന നമ്മുടെ ഈ നോമ്പിന്റെ സമയത്ത് തന്നെ ഇത്രയും ഭീതിയിലാക്കുന്ന ഒരു ആക്രമണ രീതി അമേരിക്കയും ഇസ്രായേലിനും കൂടി ഇറാന് വേണ്ടി പതിച്ചപ്പോൾ അവിടെ യുദ്ധകാഹളമായത് പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും കണ്ണീരിലേക്കാണ്. ഇത് നല്ലതിന് വേണ്ടിയല്ല, ഭീഷണികൾക്ക് വേണ്ടിയും ഭയപ്പാടിലേക്കും നമ്മൾ സമർത്ഥനാണ് എന്നുള്ള ബോധത്തിലൂടെ സംയോജപ്പെടുത്താനുള്ള ആർക്കൊക്കെ വേണ്ടി എന്തിനൊക്കെ വേണ്ടി സംഹാരിക്കുന്ന ഗർജനമുള്ളൊരു യുദ്ധമാണ് എന്നുള്ള കാഹളം മുഴക്കിക്കൊണ്ടാണ് ലയൺ എന്ന പേരിലാണ് ഈ യുദ്ധത്തിന് പേരിട്ടിരിക്കുന്നത്. ഓരോ യുദ്ധത്തിനും ഓരോ ടൈറ്റിലാണ്, ഓരോ പേരുകളിലൂടെയാണ് ഇവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ യുദ്ധം അവരുടേതായ പാറ്റേണിൽ, അവരുടേതായ ഡ്രീമിൽ, അവരുടേതായ ലക്ഷ്യമുഖാന്തരമായ രീതിയിൽ യുദ്ധം നടക്കുമ്പോൾ സമൂഹത്ത് നടക്കുന്ന പ്രശ്നങ്ങളും ഭീതിയും ഒക്കെ എവിടെ വെച്ച് അവസാനിപ്പിക്കുമെന്നത് യാതൊരു ടേമും കണ്ടീഷനുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള യുദ്ധങ്ങളെ നമ്മൾ ഒരിക്കലും ഒരു ജനതയും വരവേൽക്കാറില്ല. യുദ്ധം എന്ന് പറയുമ്പോൾ ഭീതി തന്നെയാണ്. വെടിയുണ്ടകൾ കൊണ്ടും സ്ഫോടനങ്ങൾ കൊണ്ടും മിസൈലുകൾ കൊണ്ടും ഇവർ ഉണ്ടാക്കിയിരിക്കുന്ന ഭീതി ഇപ്പോൾ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഈ നോമ്പ് അനുഷ്ഠിക്കുന്ന കാലത്ത് അവർക്കൊരു കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ പോലും പറ്റാതാവുന്ന ഒരു നിസ്സഹായ അവസ്ഥയായിരിക്കും. മുറിയിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും പറ്റാതെ പോലീസ് ഫോഴ്സിന്റെ മുന്നിൽ പെട്ടിരിക്കുന്ന ഒരു ജാഗ്രത നിരീക്ഷണ സമയമുണ്ടല്ലോ, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷ. പരീക്ഷിക്കുന്നതിൻ്റെ ഒരു വലിയൊരു വിഭാഗത്തിൽപ്പെട്ടതാണ് നമ്മൾ ഉൾപ്പെടുക, പെട്ടുപോവുക എന്ന് പറയുന്ന ഭീതിയിൽപ്പെടുക. അത് വലിയൊരു ആശങ്കപരമായിട്ടാണ് ഇന്ന് നമ്മുടെ ജനങ്ങൾ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂക്ലിയസായ ഈ ഒരു വാർത്ത ഈ റഷ്യയുടെയും ഒക്കെ റഷ്യ വരെ ഉൾപ്പെട്ട ഒരു സംഭവമായതുകൊണ്ട് ഇസ്രായേലിൻ്റെയും ഇറാന്റെയും കാര്യങ്ങളിൽ വലിയൊരു ആശങ്കയാണ് നമ്മുടെ രാജ്യങ്ങളിൽ വന്ന് പതിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരും അത്ര സേഫ് അല്ല എന്നതിൻ്റെ ജാഗ്രതയും കൂടി നിങ്ങളോടുമായി നിർദ്ദേശിക്കണം. അതായത് ഇന്ത്യക്കും അപകടകരമായ ഈ ഓയിലിൻ്റെയും എണ്ണയുടെയും വില കൂട്ടുകയും സ്വർണത്തിൻ്റെയും ഒക്കെ വില വർധനവിന്റെയും പ്രശ്നത്താൽ ഇങ്ങനെയുള്ള ന്യൂക്ലിയസ് പരമായ യുദ്ധങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ സമൂഹത്ത് നമ്മുടെ ജനങ്ങൾ ഇല്ലാതാകുന്നു എന്നതിൻ്റെ യാഥാർത്ഥ്യത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സമൂഹത്ത് എന്ത് യുദ്ധം നടത്താം, പക്ഷേ പശ്ചിമേഷ്യയിൽ നടന്ന ഇതുപോലുള്ള ഭീകരാക്രമണങ്ങൾ, അതായത് ഭീതിപ്പെടുത്തുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന യുദ്ധങ്ങൾ നമ്മൾ ഭയപ്പാടത്തോടെ കാണേണ്ടതുണ്ട്. എല്ലാം ഒരു ചെറിയ കണ്ണിൽ കണ്ട് പുച്ഛിച്ചും ഈസിയായും നമ്മൾ കളയേണ്ട കാര്യമല്ല. ഇത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഈ രാജ്യം നമ്മുടേത് കൂടിയാണ്. സിസ്റ്റമാറ്റിക്കലായി നമ്മൾ പറഞ്ഞാൽ ഈ സർവീസ് ഒന്നും ആവശ്യമുള്ളതോ സമൂഹത്തിന് ഗുണമേന്മയുള്ളതോ അല്ല. പക്ഷെ യുദ്ധമെന്ന വാർ
ഇവിടെ സംഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുകൾ കണ്ണുനീരും ഭയപ്പാടുകളിലും ഭീതിയിലും മുടിക്കുന്ന ഒരു പുകമറ അവിടെ സൃഷ്ടിച്ചതുകൊണ്ട് ഇറാനിൻ്റെയും ഇസ്രായേലിൻ്റെയും യുദ്ധം ആരംഭിച്ച മുഴക്കം നമ്മൾ കാതുകളിലും കേൾവിയിലും കണ്ണുകൾ കൊണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന TV ന്യൂസുകളിലൂടെയും നമ്മൾ ഭീകരമായ അവസ്ഥകളെ പുകമറഞ്ഞുകൊണ്ട് മിസൈൽ ഉന്നംബരിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെയും ഇറാനിൻ്റെയും യുദ്ധക്കളത്തിൽ ആ മിസൈലുകൾ പോകുന്നത് UAE പക്ഷിമേഷ്യ എന്ന് പറയുന്ന ഒരു നഗരത്തിലേക്കാണ്. ആ നഗരത്തിലേക്ക് യുദ്ധമുട്ടപ്പോൾ അബുദാബിയും UAE ഖത്തറും ഒക്കെ ഒന്ന് ജാഗ്രത പാലിക്കേണ്ട നിമിഷങ്ങളിലാണ്. അവിടുത്തെ നിവാസികൾ കൂടുതലായി ജാഗ്രത പാലിച്ച് അവരുടെ കൺട്രോളിൽ, അവരുടെ കോണ്ടൈനിൽ, അവരുടെ സേഫ് സോണിൽ നിൽക്കുക എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ, അതായത് നിങ്ങൾ നിങ്ങളെ കാത്തു സൂക്ഷിക്കുക, നിങ്ങൾ നിങ്ങളുടേതായ കാവൽക്കാരനാകുക എന്ന് പറയാനല്ലാതെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുക, നിങ്ങൾക്ക് ആവശ്യമുള്ള മോട്ടിവേറ്റ് ചെയ്യുക, അതല്ലാതെ ഇതിന് യാതൊരു പരിഹാരവുമില്ല. ആക്രമണങ്ങൾ എവിടെ നിന്ന് വരും, എങ്ങനെ വരും, ഏത് രീതിയിൽ നമ്മൾ പിറകിൽ നിന്നവരെ യുദ്ധകാലത്തിൽ നമ്മൾ സ്ഫോടനകരമായി വെന്തു ഉരുകിയേക്കാം. പക്ഷേ നമ്മൾ ഒരു നിമിഷം പോലും നമ്മൾ ഭയങ്ങളിൽ നിന്ന് വേവലാതിപ്പെടരുത്. ഭയപ്പാടുകളിൽ നിന്നും ഭീതിപ്പെടുത്താനും വേണ്ടി മാത്രം യുദ്ധം ചെയ്യുന്ന ഇതുപോലുള്ള യുദ്ധങ്ങൾ നമ്മൾ ഒരിക്കലും പേടിച്ചതുകൊണ്ട് ഈ ലോകത്തുനിന്ന് വിട പറയരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരുന്ന കാര്യത്തെക്കുറിച്ചൊന്ന് ഓർമ്മപ്പെടുത്താൻ ഈ പുതിയതായ യൂട്യൂബിലൂടെ നമുക്ക് ആദ്യമായി കിട്ടിയ ഒരു കോണ്ടന്റ് എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഇത് വലിയൊരു ഭീതിക്കുള്ള കാളമുഴക്കമാണ്. ഈ മുഴക്കം നമ്മുടെ നെഞ്ചിലും കാതുകളിലും കേൾക്കുന്ന കാലത്തോളം നമ്മുടെ UAE സമൂഹത്തിൽ വിമാനങ്ങൾ റദ്ദാക്കപ്പെടാം, മറ്റ് ട്രാവൽസ് ഏജൻസികൾ റദ്ദാക്കപ്പെടാം. ഇതൊക്കെ നമ്മളെ ഭയപ്പാടിലെത്തിക്കാനും ഭയപ്പെടുത്തിക്കൊണ്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളുമാണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഇത്രയും വലിയ യുദ്ധം, ഇത്രയും വലിയ നാസകളിൽ നിന്ന് അയക്കപ്പെടുന്ന മിസൈലുകളുടെ പ്രശ്നങ്ങൾ ഇന്ത്യ രാജ്യങ്ങളിലേക്ക് വന്നുപോയാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ഈ നഗരം കത്തിക്കലി നാശമാവുകയുള്ളൂ. വലിയ തിരിച്ചെടുക്കലൊന്നും അവിടെ ഒരു ഓപ്ഷനുകളോ സൊല്യൂഷനുകളോ ആവില്ല. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ കേട്ട് ഭീതിപ്പെടുത്താതെ സമൂഹത്തിൽ ഇനിയും ജീവിക്കാനുള്ള മക്കളെ നശിപ്പിച്ചുകൊണ്ടുള്ള യുദ്ധങ്ങളും യാത്രക്കാർക്കും ജോലി ചെയ്യാൻ കഴിയാതെയും വിഷമിച്ചിരിക്കുന്നവരുടെയും നെഞ്ചത്താവരുത് നിങ്ങളുടെ യുദ്ധവും നിങ്ങളുടെ ഭീതിപ്പെടുത്തലും. അവരവരുടെ കൈകളിൽ കിട്ടുന്നവൻ്റെ യുദ്ധ കാഹളത്തിൽ തന്നെ അത് ഇല്ലാതാക്കി കളയണം. പ്രതികാര ചിന്തയിലൂടെ കൊണ്ടുപോകുന്ന ഓരോ വർഗത്തിൻ്റെയും നാശം അത് അസ്തമിക്കുന്നതാണ്. ആ അസ്തമയം എവിടുന്ന് എങ്ങനെ എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആശങ്കപരമായ കാര്യങ്ങളിൽ നമ്മൾ ജാഗ്രതയിലൂടെ മുന്നോട്ട് പോവുക. ഹ്യൂമൻ ബീങ്സിൻ്റെ ഒരുപാട് ഇതുപോലുള്ള ചർച്ചകളിലൂടെ ഇപ്പോൾ നമ്മൾ എന്താണ് അതിന് തോട്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. ബൈ ഫോർ